കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി ഇത്തവണ നേരിടുന്നത് ഒരു അസാധാരണ പ്രതിസന്ധിയാണ്. അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. നട്ടം തിരിയുകയാണ് കോൺഗ്രസ് പാർട്ടി. ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പിസിസികളും സ്ഥാനാർത്ഥികളും പണം കണ്ടെത്തേണ്ടി വരുമെന്ന അസാധാരണ സാഹചര്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. മുമ്പ് AICC നേതൃത്വം എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് ഒരു നിശ്ചിത തുക കൈമാറാറുണ്ട്. പക്ഷേ ഇത്തവണ അതുണ്ടാവില്ല എന്നതാണ് കോൺഗ്രസിനെ ആശങ്കപ്പെടുന്ന കാര്യം. പൊതുവിലുള്ള എല്ലാ പ്രചരണ പരിപാടികൾക്കും കോൺഗ്രസിന് ഇത് വെല്ലുവിളിയാവുകയാണ്. ആദായനികുതി വകുപ്പിന്റെ നടപടിയിൽ പരിഹാരം എങ്ങനെ കാണുമെന്നറിയാതെ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം നീളുന്നത് എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. ജി മിഥുൻ നമുക്കൊപ്പം ചേരുന്നു. മിഥുൻ, ഈ പ്രതിസന്ധി പ്രതീക്ഷിച്ചതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ അക്കൗണ്ടിന്മേൽ കയറി പിടിച്ചതോടെ ഈ വിഷയത്തിൽ കോൺഗ്രസിന് എങ്ങനെ പണം കണ്ടെത്തുമെന്ന ചോദ്യമാണ്. ഇതിനെ എങ്ങനെ കോൺഗ്രസ് തരണം ചെയ്യും? ഒപ്പം PCCകളുടെ മുന്നിലുള്ള വെല്ലുവിളി അതെങ്ങനെയാണ് മിഥുൻ? സജിത്ത്, 2018-2019 വർഷം ആദായ നികുതി റിട്ടേൺ ഏകദേശം സമർപ്പിക്കുന്നതിന് വേണ്ടി 45 ദിവസം കാലതാമസം വരുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്ത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും 4 അക്കൗണ്ടുകളാണ് ഇതിനോടകം ഈ മരവിപ്പിക്കുകയും ചെയ്ത് അതിൽ കോൺഗ്രസ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും ഒപ്പം തന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ കൂടി സമാഹരിച്ച തുകയൊക്കെ ഈ ഒരു അക്കൗണ്ടിലുണ്ട്. ഈ വിവരം നേരത്തെ മുൻകൂട്ടി ആദായ നികുതി വകുപ്പ് അറിയിച്ചില്ല എന്നുള്ള ഒരു ആരോപണം ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ എത്തിയപ്പോഴാണ് ഈ വിവരം കോൺഗ്രസ് നേതാക്കൾ അറിയുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട മുന്നിൽ കാണുകയും ചെയ്യുന്നത്. കാരണം സ്ഥാനാർത്ഥികൾക്ക് ഈ പണം നൽകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ ആ പണം നൽകാൻ എങ്ങനെ ഈ ഒരു പ്രതിസന്ധി മറികടന്നുകൊണ്ട് അത് സാധ്യമാകുമെന്നുള്ളൊരു ചോദ്യം ഇതിനോടകം തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനെങ്ങനെ പരിഹാരം കാണാമെന്നുള്ള ഒരു ആശങ്ക ഏതായാലും നേതൃത്വത്തിന് മുമ്പിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികൾക്ക് ഒപ്പം തന്നെ DCCകൾക്കും ഒക്കെ AICCയുടെ ഒരു വിഹിതം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ചെല്ലാറുള്ളതാണ്. പക്ഷേ ആ വിഹിതം നൽകുന്നതിന് പോലും കാശില്ല എന്നാണ് ഇപ്പോൾ നേതൃത്വം വിശദീകരിക്കുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഈ പ്രചാരണ പരിപാടികൾ കൂടുതൽ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ഈ പ്രചാരണ പരിപാടികൾ വെട്ടിച്ചുരുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും 210 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ട് നടപടികൾ ഇനി ഈ പണം അടച്ചതിന് ശേഷം പിന്നീട് എപ്പോൾ ഈ മരവിപ്പ് മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ അക്കാര്യത്തിലൊരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പരിഹാരം തേടി ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ഈ ഒരു നേതൃത്വത്തെ എന്തായാലും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തത്. നമുക്കറിയാം, സമീപകാലത്ത് EDയും ഒപ്പം തന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ, അതായത് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും കടന്നാക്രമിക്കുന്നു എന്നുള്ളൊരു പ്രധാനമായും ഇന്ത്യ മുന്നണി നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ആദായ നികുതി വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു സുപ്രധാന തീരുമാനം കൈക്കൊള്ളുകയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ സാഹചര്യം മറികടക്കാൻ എങ്ങനെയാകുമെന്നുള്ള ഒരു ആശങ്ക വലിയ രീതിയിൽ നേതൃത്വത്തിനുണ്ട്. അത് മറികടക്കാനുള്ള ആലോചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ കൂടിയാലോചനകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കോൺഗ്രസ് ദേശീയ നേതൃത്വം നടത്തുന്നുണ്ട്. മിഥുൻ, ഒരു കാര്യം കൂടിയുള്ളത്, ഈ കോൺഗ്രസിന്റെ 5ാം ഘട്ട പട്ടിക പുറത്തു വന്നിരിക്കുന്നു. ഈ 5ാം ഘട്ട പട്ടികയിലും അവർ ചില സസ്പെൻസുകൾ സൂക്ഷിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ റായ്ബറേലിയും അമേഠിയും. ഉത്തർപ്രദേശിലെ ഈ 2 മണ്ഡലങ്ങളും നെഹ്റു കുടുംബത്തിൽ, ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള പ്രമുഖർ മത്സരിച്ച ഇടമാണ്. പക്ഷേ ഇവിടെ 2ഇടവും ഇപ്പോഴും ഒഴിച്ചിടുന്നതാണ്. മുൻകാലങ്ങളിൽ കോൺഗ്രസിന് ഒരു ആശയക്കുഴപ്പവുമില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരുന്ന 2 മണ്ഡലങ്ങളാണിത്. എന്താണ് കോൺഗ്രസ് ഈ സസ്പെൻസ് തുടരുന്നതിന്റെ കാരണം? ഇത് കോൺഗ്രസിൽ ചർച്ചയാവുന്നുണ്ടോ? ഇത് തിരിച്ചടിക്കുമോ? എന്താണ് രാഷ്ട്രീയ സാഹചര്യം? സജിത്ത്, അമേഠി, റായ്ബറേലി ഇത് രണ്ടും ഉത്തർപ്രദേശിലെ ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലങ്ങൾ തന്നെയായിരുന്നു. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടാകുകയും തോൽവി സമ്മതിക്കുകയും ഒപ്പം തന്നെ പിന്നീട് സ്മൃതി ഇറാനി വലിയ രീതിയിൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് കയറുകയും നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും തന്നെ റായ്ബറേലി അപ്പോഴും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. പക്ഷേ ഇത്തവണ അന്ന് അവിടെ 2019 അതിന് മുൻകാലങ്ങളിലൊക്കെ മത്സരിച്ചിരുന്ന സോണിയാഗാന്ധി ഇത്തവണ രാജ്യസഭാ അംഗമായി മാറിയൊരു പശ്ചാത്തലമുണ്ട്. സോണിയാഗാന്ധി തവണ മത്സര രംഗത്തേക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഉത്തർപ്രദേശിലെ PCC നേതൃത്വം ദേശീയ നേതൃത്വത്തിനോട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം അമേഠിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ഇല്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. പ്രിയങ്ക
ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാനില്ല എന്ന് നിലപാട് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആര് റായ്ബറേലിയിൽ മത്സരിക്കാൻ എത്തും, അമേഠിയിൽ മത്സരിക്കാൻ എത്തും എന്നുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നത്. അമേഠിയെ സംബന്ധിച്ച് അമേഠിയിൽ കഴിഞ്ഞ തവണ തോറ്റതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് നടത്താൻ കോൺഗ്രസിന് എന്തായാലും അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. അവിടെ സംഘടനാ തലത്തിലായാലും ഒക്കെ തന്നെ താഴെത്തട്ടിലായാലും തന്നെയും വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച കോൺഗ്രസിന് ഇല്ലാതായിട്ട് കുറച്ചധികം കാലങ്ങളായി. പക്ഷേ റായ്ബറേലി സ്ഥിതിയും മറ്റൊരു രീതിയിലാണ്. പ്രിയങ്ക ഗാന്ധി വന്നാൽ അവിടെ എന്തായാലും വിജയിച്ച് കയറാൻ സാധിക്കും. ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റൊരാൾ റായ്ബറേലിയിൽ മത്സരിച്ചാൽ അത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രഖ്യാപനം ഈ അഞ്ചാം ഘട്ട പട്ടികയിൽ അടക്കം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനകൾ നേരത്തെ പുറത്തു വന്നുവെങ്കിൽ പോലും തന്നെ അഞ്ചാം ഘട്ട പട്ടികയിൽ ഈ രണ്ട് മണ്ഡലങ്ങളെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വരികയും ചെയ്തത്. എന്തായാലും ഇതിൽ സംസ്ഥാനത്തെ PCC നേതൃത്വത്തിന് കടുത്ത അമർഷമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൃപ്തി അടക്കം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധി തന്നെ റായ്ബറേലിയിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം എന്തായാലും ഈ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ രണ്ടും മത്സരിക്കയിൽ നിന്ന് നിലപാട് സ്വീകരിച്ചതുകൂടി ഒരു അനുനയ ശ്രമത്തിലേക്ക് കേന്ദ്ര നേതൃത്വം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അമേഠിയിൽ രാഹുൽ ഗാന്ധി എന്തായാലും മത്സരിക്കാനില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ റായ്ബറേലിയിൽ അത് വിട്ടു നൽകാൻ കഴിയാത്ത ഒരു സീറ്റ് തന്നെയാണ്. അവിടെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യവുമായി നേതാക്കൾ മുന്നിൽ നിന്ന് കഴിഞ്ഞു. അവരുമായി ചർച്ച നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.